ഇന്ന് നമുക്ക് പുതിയൊരു കണ്ടീഷൻ പരിചയപ്പെടാം. ടെന്നീസ് എൽബോ എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു കണ്ടീഷനാണ് ടെന്നീസ് എൽബോ. അല്ലാതുള്ളവരും കേട്ടിട്ടുണ്ടാകും ടെന്നീസ് എൽബോ, കൈമുട്ട് വേദന ഉണ്ടാക്കുന്ന ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് നല്ല പരിചയം ഉണ്ടാകും. സച്ചിൻ ടെണ്ടുൽക്കർക്ക് വന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ടെന്നീസ് എൽബോ. ആദ്യകാലങ്ങളിൽ ടെന്നീസ് പ്ലെയേഴ്സിലായിരുന്നു ഇത് കൂടുതലായിട്ടും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഇതാണ് ആ ഒരു വേദന വരുന്ന ഏരിയ എന്ന് പറയുന്നത്. കൈമുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും കൂടുതലായിട്ടും വേദന വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ടെൻഡൻസിൻ്റെ മസിൽസിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗവും ആവർത്തിച്ചുള്ള ചലനവും ഒക്കെ ഉണ്ടാകുന്ന ഏത് ജോലിയിൽ ഏർപ്പെടുന്നവർക്കും ഈ ഒരു ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടെന്നീസ് അല്ലാതെ ക്രിക്കറ്റ്, വോളിബോൾ, ബേസ്ബോൾ ഒക്കെ കളിക്കുന്നവരുണ്ടായിരിക്കും. അതായത് ആഞ്ഞു വീശി അടിക്കുന്ന സ്പോർട്സ് ഐറ്റംസ്. അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധമില്ലാത്ത ചില ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ പ്ലംബിങ്, പെയിൻറ്റിങ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ഈവൻ നമ്മൾ അടുക്കളയിൽ കത്തി ഉപയോഗിച്ച് ഒരുപാട് പച്ചക്കറികൾ അരിയുന്ന ജോലി ചെയ്യൂല, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴും ഈ കൈമുട്ട് വേദന ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കൈകൾ കൊണ്ട് ചെറിയൊരു വെയിറ്റ് പോലും എടുക്കാൻ പറ്റാതെ വരിക. ഇപ്പൊ നമുക്കൊരു ജഗ്ഗിൽ വെള്ളം നിറച്ചെടുക്കാൻ പറ്റാതെ, കയ്യിൽ ഗ്രിപ്പ് കിട്ടാതെ അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നൊരവസ്ഥ. ഡോറിന്റെ നോബ് തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ തിരിച്ചിട്ട് പൂട്ട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പെയിൻ ഉണ്ടാകുന്നു. തുണി പിഴിയുമ്പോൾ നല്ല പെയിൻ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു പെയിൻ വരുമ്പോഴാണ്, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഇടയിലേക്ക് പെയിൻ വരുമ്പോഴാണ് ഈ കണ്ടീഷനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. തുടക്കത്തിൽ ഇത് ചെറിയ വേദനയായിട്ടായിരിക്കും വരുന്നത്. പോകെ പോകെ വേദന കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. കൈത്തണ്ടയുടെ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കുക. മുട്ടിന്റെ ഈ ഭാഗത്ത് വരുന്ന ആ ഒരു ചെറിയ മുഴപ്പ് പോലെ വരുന്ന ഭാഗത്തിന് നമ്മൾ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്. ഇതിനുണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ ടെന്നീസ് എൽബോയ്ക്ക് കാരണമാകുന്നത്. സെയിം ടൈം നമ്മുടെ വിരലുകളെ നിവർത്താൻ സഹായിക്കുന്ന ഒരു മസിൽ, എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് എന്ന് പറയും. ഇതിനുണ്ടാകുന്ന ബലക്ഷയവും ഈ വേദനയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ നീർക്കെട്ടും ബലക്ഷയവും ഒക്കെ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ കൈയുടെ ഈ കൈത്തണ്ടയ്ക്ക് അമിതമായിട്ടുള്ള ഉപയോഗം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്ലെയേഴ്സ്, ക്രിക്കറ്റ്, ടെന്നീസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്ലംബിങ്, പെയിന്റിങ് പോലത്തുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് സ്ഥിരമായിട്ട് എടുത്ത് പൊക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കൈയുടെ ഈ പോർഷന് അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ ആവർത്തിച്ചുള്ള ചലനവും ഉണ്ടാവുകയാണ്. അതുപോലെ ഈ ടെൻഡനുകളിലേക്കും കൈത്തണ്ടയുടെ പേശികളിലേക്കും ചെലുത്തുന്ന അമിത സമ്മർദ്ദം. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവിടെ ഈ നീർക്കെട്ടും വേദനയും, അല്ലെങ്കിൽ ആ പേശികൾക്ക് ബലക്ഷയവും ഒക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൈത്തണ്ടയുടെ ഉപയോഗം ഇല്ലാത്തവർക്കും വരാം. അതായത് ഈ ദുർബലമായിട്ടുള്ള കൈത്തണ്ട, അല്ലെ തോളിലെ പേശികളൊക്കെ വീക്കായിട്ടുള്ള ആൾക്കാരിലും ഈ ടെന്നീസ് എൽബോയുടെ പെയിൻ ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കൈമുട്ടിലുണ്ടാകുന്ന എല്ലാ വേദനയും നമുക്ക് ടെന്നീസ് എൽബോ കാരണമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വേദന മുട്ടിന്റെ പുറത്ത് വശത്തായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ലൊക്കേഷൻ ഇതാണ്. ഔട്ടർ എൽബോയിലായിരിക്കും വേദന വരുന്നത്. ഇതല്ലാതെ കൈമുട്ട് വേദനയ്ക്ക് മറ്റ് പല കാരണങ്ങളും കൊണ്ടുണ്ടാകാം. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞ അതിന്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനാണ് ആ വേദന വരുന്നത്. അവിടെ ഇങ്ങനെ വേദനയും അതുപോലെ നീർക്കെട്ടും, ചില സമയത്ത് റെഡ്നെസ് ഒക്കെ കാണാറുണ്ട്. ഇത് തുടക്കത്തിൽ ചെറിയ വേദനയായിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മൈക്രോ ടിയർ എന്ന് പറയും, ചെറിയ പോറലുകൾ പോലെ വന്നിട്ട് പിന്നീട് അത് അവിടുത്തെ ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ കൈമുട്ട് വേദന അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷൻ നോക്കുക, വേദന എവിടെയാണെന്നുള്ളത്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക. അതിന് പിന്നീട് ഇൻഫ്ലമേഷന് വേണ്ടുന്ന മെഡിസിൻസും അതിൻ്റെ കൂടെ എക്സസൈസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അതും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ കൈപ്പത്തി താഴേക്ക് കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതുപോലെ തന്നെ മുകളിലേക്കും കൈപ്പത്തി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അടുത്ത രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് തുണി പിഴിയുന്ന പോലുള്ള ഒരു ആക്ടിവിറ്റി കൈക്ക് കൊടുക്കുക. എന്തെങ്കിലും ഒരു ടവൽ എന്തെങ്കിലും പിടിച്ചിട്ട് ഇതുപോലെ തുണി പിഴിയുന്ന പോലെ ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. അടുത്തത് ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ് കയ്യിലെടുക്കുക. ഡംബൽ തന്നെ വേണമെന്നില്ല. ചെറിയൊരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വെയിറ്റ് കയ്യിലെടുക്കുക. കൈമുട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കണം, ഫ്രീ ആയിട്ട് വെക്കരുത്. കൈമുട്ട് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ആ വെയിറ്റ് കയ്യിൽ പിടിച്ചിട്ട് കൈയുടെ റിസ്റ്റ് താഴേക്കും മുകളിലേക്കും, ആദ്യം താഴത്തേക്ക് പിടിച്ചിട്ട് കൈ റിസ്റ്റ് താഴേക്ക് മുകളിലേക്ക് ആക്കുക. അതിനുശേഷം നേരെ തിരിച്ചു പിടിക്കുക.
മുകളിലേക്ക് വെയിറ്റ് മുകളിലേക്ക് പിടിച്ചിട്ട് റിസ്റ്റ് താഴേക്ക് മുകളിലേക്കും അതുപോലെ തന്നെ ഈ വെയിറ്റ് ഇങ്ങനെ നമ്മൾ സൈഡിലേക്കും ഫിഗറിൽ കാണുന്ന പോലെ സൈഡിലേക്കും കൂടി മൂവ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ സ്മൈലി ബോളില്ലേ, സ്മൈലി ബോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതും നല്ലൊരു എക്സസൈസാണ്. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിൽ മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസും. കാരണം നമ്മൾ മെഡിസിൻ എടുത്തിട്ട് ഈ വേദന കുറയുന്ന സമയത്ത് വീണ്ടും ബാക്ക് ടു ആ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ പഴയ ചെയ്തിരുന്ന എന്താണോ അതിലേക്ക് തന്നെ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും ആ ഒരു സ്ട്രെയിൻ ആ പോർഷൻ ഉണ്ടാവുകയും ഈ വേദന തിരിച്ചു വരുന്നതിനും കാരണമാകും. അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലെയേഴ്സിലാണെങ്കിൽ ഈ വേദന വരുന്ന സമയത്ത് അവരൊരു റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു കുറച്ച് സമയത്ത് കളി ഒന്ന് നിർത്തി വെച്ചിട്ട് റെസ്റ്റ് കൊടുക്കുക. നിങ്ങൾ ആ വേദന വെച്ചുകൊണ്ട് തന്നെ വീണ്ടും കളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ടീഷൻ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസും കൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക.